നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും അപ്പോസ്തലന്മാരാൽ അത്ഭുതങ്ങൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരിൽ നിന്ന് 12 പേരെ അപ്പോസ്തലരായി തിരഞ്ഞെടുക്കുകയും അവരെ ഇസ്രയേലിലേക്ക് സുവിശേഷ പരിശീലനത്തിന് അയക്കുകയും ചെയ്തു. അവര് തിരിച്ചു വന്ന് പറഞ്ഞത്, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു, രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നു എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് അപ്പോസ്തലന്മാർ ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ വായിച്ചത് ഏറിയ അത്ഭുതങ്ങൾ, അവർ മുമ്പ് ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ അപ്പോസ്തലന്മാർക്ക് ചെയ്യുവാൻ ദൈവം കൃപ നൽകി എന്നാണ്. അപ്പോസ്തലന്മാരുടെ 2 യോഗ്യതകൾ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കൊരിന്ത്യർ 9-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് അവിടെ എഴുതിയിട്ടുള്ളത്, ഞാൻ അപ്പോസ്തലനല്ലയോ, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ലയോ എന്നാണ്. അപ്പോൾ യേശുവിനെ കണ്ടിരിക്കണം എന്നുള്ളതാണ് ഒരു യോഗ്യത. പൗലൂസ് യേശുവിന്റെ ശുശ്രൂഷ കാലത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ല എന്ന് നമുക്കറിയാം. ദമസ്കോസിൽ വെച്ചാണ് പൗലൂസ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഫിലിപ്പോസിനാല് യേശുവിനെ കൈക്കൊള്ളുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം യേശുവിനെ കണ്ടില്ല. 10-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് എന്ന പട്ടാള മേധാവി അദ്ദേഹം പത്രോസിനാൽ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തു. പക്ഷെ അദ്ദേഹവും യേശുവിനെ കണ്ടില്ല. എന്നാൽ ഇതിന്റെ മധ്യത്തിലുള്ള പൗലൂസ് അല്ലെങ്കിൽ ശൗല് നട്ടുച്ച നേരത്ത് ദമസ്കോസ് പട്ടണവാതിക്കൽ വെച്ച് യേശുവിന്റെ ശബ്ദം നേരിട്ട് കേൾക്കുകയാണ്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. ഞാൻ എന്ത് ചെയ്യണം? നീ പട്ടണത്തിൽ ചെല്ലുക, അവിടെ നിന്നോട് പറയും. ആ ഒരു തവണ മാത്രമല്ല, പിന്നീട് പലതവണ ഇദ്ദേഹം യേശുവിനെ കാണുവാനായിട്ട്, യേശുവിന്റെ ശബ്ദം കേൾക്കാനായിട്ടിടയായിട്ടുണ്ട്. അതാണ് പൗലൂസിന്റെ അപ്പോസ്തലത്വത്തിന്റെ യോഗ്യതകളിൽ ഒന്ന്. രണ്ടാമത്തേത് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പോസ്തലന്റെ ലക്ഷണങ്ങളായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും തന്നിലുണ്ട് എന്ന് പൗലൂസ് പറയുന്നു. അപ്പൊ ഈ 2 യോഗ്യത കൂടെ ഒത്തുവരണം. 1 യേശുവിനെ കണ്ടിരിക്കണം, 2 അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്യാനുള്ള കൃപാവരം സിദ്ധിച്ചിരിക്കണം. പക്ഷേ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത വേറെ ആളുകളുണ്ട്. ഫിലിപ്പോസ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്, ബർന്നബാസുമൊക്കെ. പക്ഷേ അവര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാര് 12 ഉള്ളൂ. അതായത് യേശു തൻ്റെ അരുമശിഷ്യരോട് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നൊക്കെ ചോദിച്ചപ്പോൾ, നിങ്ങൾ ദൈവരാജ്യത്തിൽ 12 സിംഹാസനങ്ങൾ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെ ന്യായം വിധിക്കും. അപ്പോൾ 12 അപ്പോസ്തലന്മാരുള്ളൂ. അതുപോലെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അവിടെ പുതിയ യെരൂശലേമിന്റെ അടിസ്ഥാനമായിട്ട് 12 അപ്പോസ്തലന്മാരുടെ 12 കല്ലുകളാണ് കാണുന്നത്. അതുകൊണ്ടാണ് യൂദയ്ക്ക് പകരം ഒരാളിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തനെ ഏൽക്കട്ടെ എന്ന് വാക്യമുള്ളത്. അത് മത്തിയാസിനെ പത്രോസ് ചീട്ടിട്ട് തിരഞ്ഞെടുത്തു. പക്ഷേ അതൊരു വിവാദ വിഷയമാണ്. അതുപോലെ യാക്കോബ് വാളാൽ കൊല്ലപ്പെട്ടു. യാക്കോബിന് പകരം വേറൊരാൾ തിരഞ്ഞെടുത്തില്ല. കാരണം 12 ഉള്ളൂ. ആ 12-ാമൻ പൗലൂസ് ആണെന്നാണ് പൗലൂസ് അവകാശപ്പെടുന്നത്. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് താൻ തന്നെ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ൽ പൗലൂസ് പറയുന്നത്, മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലല്ല, ദൈവത്താൽ അപ്പോസ്തലനായ എന്ന് പറഞ്ഞാൽ
പത്രോസിൽ നിന്നല്ല, പത്രോസിനാലല്ല. പത്രോസ് ചീട്ടിട്ട് ഒരാളെ തിരഞ്ഞെടുത്തല്ലോ. പത്രോസിനോട് കർത്താവ് ഇത് പറഞ്ഞില്ല, ഞാൻ പോകുന്നു, അതുകൊണ്ട് നീ ആദ്യമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പട്ടണത്തിൽ തന്നെ പാർക്കണമെന്നല്ലാതെ നീ ഒരാളെ തിരഞ്ഞെടുക്കണം, അത് വളരെ അർജന്റാണ് എന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. പക്ഷേ വാക്യമുണ്ട്, 109 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, അവൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തിന് ഏൽക്കട്ടെ എന്ന് വാക്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് പത്രോസ് ചീട്ടിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു. പക്ഷേ അതിൻ്റെ ശേഷം ചീട്ടിട്ട് സഭയിൽ ആരും തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ വാസ്തവത്തിൽ മത്തിയാസല്ല, മത്തിയാസിനാൽ എന്തെങ്കിലും അത്ഭുതങ്ങളോ അടയാളങ്ങളോ നടന്നതായിട്ടൊരു രേഖയുമില്ല. പക്ഷെ മറ്റപ്പോസ്തലന്മാർ ആരാൽ നടന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. യേശു അവരെ ശുശ്രൂഷയ്ക്ക് അയച്ചപ്പോൾ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ മത്യാസിനെ കുറിച്ച് ഒരു ചെറിയ രേഖ പോലും ഇല്ലാത്തതിനാൽ മത്യാസല്ല, പൗലൂസാണ് എന്ന് ആണ് കൂടുതൽ സ്കോളേഴ്സ് വിശ്വസിക്കുന്നത്. എന്നാൽ ചില ആളുകൾ പറയുന്നത് പൗലൂസ് സഭയുടെ അപ്പോസ്തലനാണ്. ഞാടിൻ്റെ അപ്പോസ്തലന്മാർ 12 പേര്, അതിൽ മത്യാസുണ്ട്. എന്നാൽ സഭയുടെ അപ്പോസ്തലനാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. പക്ഷേ നമുക്ക് അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല, അത് ഒരു വലിയ കാര്യമല്ല. എന്തായാലും അപ്പോസ്തലന്മാരാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വളരെ ശക്തിയായിട്ട് നടക്കാൻ ഇടയായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടല്ലേ വിശ്വസിക്കേണ്ടത്, കണ്ടല്ലല്ലോ. പിന്നെന്തിനാണ് കണ്ട് വിശ്വസിക്കുന്ന ഈ മാധ്യമം അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ദൈവം നൽകിയത്? ഇബ്രായലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നുമായ എത്ര വലിയ രക്ഷ. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഉറപ്പിച്ചു തന്ന രക്ഷ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ രക്ഷ വിശ്വസനീയമാണ് എന്ന് ആളുകൾക്ക് ഒരു ഉറപ്പിന് വേണ്ടി ആണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത്. സാധാരണക്കാരായ മീൻപിടുത്തക്കാരായിരുന്ന, സാമാന്യരായ, പഠിപ്പില്ലാത്തവരായിരുന്ന ഈ ആളുകൾക്ക് അസാമാന്യമായ എന്ന് പറഞ്ഞാൽ രോഗികൾക്കൊറ്റ വാക്കിന് സൗഖ്യം നൽകാൻ, മരിച്ച ആളുകൾക്ക് വിടുതലുണ്ടാകാൻ, ഭൂതക്രിസ്തർക്കൊക്കെ സൗഖ്യം ഉണ്ടാകാൻ, അതായത് യേശു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതുപോലെ ചെയ്യത്തക്കവണ്ണം ഉള്ള കൃപാവരങ്ങൾ അവർക്ക് നൽകപ്പെട്ടതിനാൽ ഈ ദൈവവചനം, അവർ പ്രസംഗിക്കുന്ന ദൈവവചനം സത്യസന്ധമാണെന്ന് അക്കാലത്തുള്ളവരും പിൽക്കാലത്തുള്ളവരും വിശ്വസിക്കാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ഇവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനുള്ള ആ പ്രത്യേക കൃപാവരം വർദ്ധിപ്പിച്ച് നൽകുവാൻ ഇടയായത്. അതുകൊണ്ട് ഇക്കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വേണോ? വേണ്ട. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞതോടുകൂടെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗശാന്തി വരം വരെ കഴിയാനിടയായി. പൗലൂസ് രോഗികളുടെ മേൽ തൊട്ടപ്പോഴൊക്കെ അവർക്ക് സൗഖ്യം വന്നിട്ടുണ്ട്. പൗലൂസിന്റെ മേലുള്ള ഉത്തരീയം പോലും എടുത്തുകൊണ്ട് ഇട്ടവർക്ക് സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. പത്രോസിന്റെ നിഴല് ഏറ്റാൽ സൗഖ്യം കിട്ടുമെന്നൊക്കെ ആളുകൾ വിശ്വസിച്ച ആളുകളെ കൊണ്ട് പത്രോസ് പോകുന്ന സ്ഥലത്തൊക്കെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അപ്പോസ്തലന്മാർ അവസാനം എന്താണ്? അതായത് തിമോത്തിയോസ് തൻ്റെ സന്തത സഹചാരിയും തൻ്റെ സ്വന്തം മകനെപ്പോലെ കണക്കാക്കുന്നവനുമായ തിമോത്തിയോസിന് അജീർണതയും ക്ഷീണവും വന്നപ്പോൾ പൗലൂസ് പറയുന്നത്, നീ വെള്ളം മാത്രം കുടിക്കാതെ അല്പം വീഞ്ഞ് കഴിക്കുക എന്നാണ്, മുന്തിരിച്ചാറ് കുടിക്കുക, ഒരു ഔഷധം എന്നുള്ള നിലയിൽ എന്നാണ്. അപ്പോൾ പൗലൂസിന് തൊട്ട് സൗഖ്യം കൊടുക്കാൻ, അല്ലെ ഒരു വാക്കിന് സൗഖ്യം കൊടുക്കുവാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അടയാളങ്ങളെ അത്ഭുതങ്ങളുടെയും ആ കാലം കഴിഞ്ഞിരുന്നു. ദൈവം അടയാളങ്ങളാൽ അത്ഭുതങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. അതുകൊണ്ട് രോഗശാന്തി വരം ഉൾപ്പെടെയുള്ള ആ വരങ്ങൾ പിന്നെ നിലച്ചു. പ്രവചനവരം നിലച്ചു, ഭാഷാവരം നിലച്ചു, ജ്ഞാനവരം നിലച്ചു, രോഗശാന്തി വരം ഉൾപ്പെടെ നിലച്ചു. ഇന്ന് രോഗശാന്തി ഇല്ലെന്നല്ല, ഇന്ന് രോഗശാന്തിയുണ്ട്, പ്രാർത്ഥനയാലാണ്. നമ്മൾ യാക്കോബ് ലേഖനത്തിൽ വായിക്കുന്നത്, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ അറിയിക്കട്ടെ, അവരെ എണ്ണപൂശി പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുമെന്നാണ്.
പ്രാർത്ഥനയാൽ, ഐകമത്യപ്പെട്ടുള്ള പ്രാർത്ഥനയാൽ തീർച്ചയായിട്ടും രോഗശാന്തി നൽകാൻ ദൈവത്തിന് സാധിക്കും. പക്ഷെ വരം ഇല്ല. ദൈവം ഇന്ന് വിശ്വാസികളുടെ രോഗശാന്തിക്ക് അല്ലെ അവിശ്വാസികളുടെ രോഗശാന്തിക്ക് പ്രത്യേകമായി വരം നൽകിയ ആളുകളെ ഒന്നും ഒരിടത്തും ആക്കി വെച്ചിട്ടില്ല. അവര് കൈവെക്കുമ്പോൾ ചിലപ്പോൾ സൗഖ്യം ഉണ്ടാകും, പക്ഷെ അവരുടെ പ്രാർത്ഥനയാലാണ്, അല്ലെങ്കിൽ അവരോട് കൂടെ നിൽക്കുന്നവരുടെ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയാലാണ്. പ്രാർത്ഥനയാൽ സൗഖ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശം. ഇവിടെ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരാൽ ഏറിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായത് ഈ സുവിശേഷം, അവർ പറയുന്ന സുവിശേഷം വിശ്വസനീയമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. കാരണം യേശു ഒരു പക്ഷപാത രോഗിയെ കൊണ്ടുവന്നപ്പോൾ ആദ്യം പാപമോചനമാണ് നൽകിയത്. യേശു നൽകിയ പാപമോചനം യാഥാർത്ഥ്യമായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് എഴുന്നേറ്റ് കിടക്കയിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നത്. അതുപോലെ ഈ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന സുവിശേഷം സത്യമാണ്, അവരുടെ ലേഖനങ്ങൾ അത് ദൈവികമാണ് എന്ന് എക്കാലത്തെയും ആളുകൾ വിശ്വസിക്കാനാണ് ദൈവം അവർക്ക് 1-ാം നൂറ്റാണ്ടിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനുള്ള വരം നൽകിയത്. ഇന്ന് വിശ്വാസത്താൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ നേടാൻ സാധിക്കും. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.